ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? എന്തൊക്കെ ടൈപ്പ് ഓഫ് IT ജോബ്സ് ആണ് ഉള്ളത്, നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് IT കയറാൻ പറ്റും. കോഡിങ് മാത്രമേ ഉള്ളൂ, കോഡിങ് പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ, IT ജോബ് കിട്ടണമെങ്കിൽ കോഡിങ് വേണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ ഫീൽഡാണ് ശരിക്കും IT-യിലുള്ളത്, IT ഫീൽഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിലും കൂടുതൽ ജോബ്സ് ഉണ്ട് IT-യിൽ, പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ഏതൊക്കെ ജോബ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഏതിലോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതിലായിരിക്കും. കുറച്ച് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരാം. സോ ഞാനൊരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു QA ആയിരുന്നു, ക്വാളിറ്റി അനലിസ്റ്റ് ആയിരുന്നു. റൈറ്റ് നൗ ഐ എം എ ബിസിനസ് അനലിസ്റ്റ്. 4 years ഓഫ് എക്സ്പീരിയൻസ് ആണുള്ളത്. സോ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് കാര്യം, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ചിട്ടില്ലേ കോഡിങ് അറിയാമെങ്കിലേ IT ജോബ് കിട്ടുള്ളൂ എന്ന്? ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ഒരുപാട് പേര് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കോഡിങ് അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് പോവുക. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് പോവുക എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. സോ എന്നാൽ അവിടെ അങ്ങനെ അല്ല. കാര്യം കോഡിങ് അറിയാമെങ്കിലേ നമുക്ക് IT ജോബ് കിട്ടുള്ളൂ എന്നില്ല. കോഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്, ഒരു സ്പെസിഫിക് ഡൊമെയിൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിംഗ് അറിയണം. കാരണം ആ ജോബ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡിംഗ് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. വേറെയും ഒരുപാട് ഡൊമെയിൻസ് ഉണ്ട്, ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. IT തന്നെ നമുക്ക് കോഡിംഗ് വേണ്ട, വേറെ പല ടെക്നിക്കൽ സ്കിൽസ് ആണെങ്കിലും അല്ലാതെ ഫങ്ഷണൽ സ്കിൽസ് വെച്ചിട്ട് നമുക്ക് സർവൈവ് ചെയ്യേണ്ടി വരുന്നത്. അവിടെ കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആദ്യം തന്നെ എന്തൊക്കെ ഫീൽഡ്സ് ആണ് IT-യിലുള്ളതെന്ന് പറയും. എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല, കാര്യം എല്ലാ ഫീൽഡും പറയുന്ന ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക്. ബേസിക് ആയിട്ട് ഭയങ്കര ഒരു ഹൈ ലെവലിലുള്ള കുറച്ച് ഡൊമെയിൻസ് അല്ലെങ്കിൽ കുറച്ച് ഫീൽഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ ഡെവലപ്മെന്റ്. ആസ് യൂഷ്വൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഡെവലപ്പർ ആയിരിക്കും അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം കേൾക്കുക. അതെ, ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് അറിഞ്ഞിരിക്കണം. സോ ടു ബി എ ഡെവലപ്പർ, കോഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ പാർട്ട് ഓഫ് ടെക്നിക്കൽ സ്കിൽ. കോഡിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കില്ലിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ. അതുപോലെ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഡേറ്റാബേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SQL, MongoDB ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡേറ്റ എഞ്ചിനീയർ ആയിട്ട് കയറുകയാണെങ്കിലും നിങ്ങൾ കോഡിംഗ് ചെയ്യേണ്ടി വരും. അതും കൈൻഡ് ഓഫ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വേറൊരു സൈഡാണ്. കാരണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവിടെ, സംതിങ് ഓർ അതർ യു ആർ ഡെവലപ്പിംഗ് ഇറ്റ് ടെക്നിക്കലി. അപ്പം അങ്ങനെ കുറേ സ്കിൽസ്. പിന്നെ ഈ കൺട്രോൾ, അതായത് വേർഷൻ കൺട്രോൾ, നമ്മുടെ ഗിറ്റ് ഹബ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഡെവലപ്പറായിട്ട് കയറുകയാണ്, ഒരു കംപ്ലീറ്റ് ടെക്നിക്കൽ സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ. സോ പിന്നെ അല്ലാണ്ട് കുറച്ച് ഫങ്ഷണൽ, ഈ ഒരു ലോജിക് ആൻഡ് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അനാലിറ്റിക് സ്കിൽസ്, ഇതൊക്കെ കുറച്ച് വേണം. ബട്ട് മെയിൻ ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് കോഡിംഗ്, ഡേറ്റാബേസസ്, പിന്നെ വേർഷൻ കൺട്രോൾസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുക. ഇതിലും നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്കിൽസ് വരും. Specific to roles, what role you are looking for, which company, what kind of project you are working, ഇതെല്ലാം അതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇതാണ് ഒരു ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാഗിൽ നമ്മൾ വരുന്ന സം ഓഫ് ദ തിങ്സ്, അല്ലെങ്കിൽ ഒരു മേജർ തിങ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം അടുത്തത് ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം അവിടെ ഒരു ഭയങ്കര കോഡിംഗ് വരുന്ന ഒരു വർക്ക് അല്ല. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് they ensure that the system or software works smoothly. അതാണ് അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഞാനൊരു ടെസ്റ്റർ ആയിരുന്നു. മാനുവലി ഞാൻ ചെയ്തിട്ടുണ്ട്, ഓട്ടോമേഷനും ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷനും അവിടെ കോഡിംഗ് ഉണ്ട്, കുറച്ച് കോഡിംഗ്, കുറച്ച് സിൻടാക്സ് കാര്യങ്ങൾ, ചില ലാംഗ്വേജസ് വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യുക. ജാവ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതുണ്ട്, ജാവയുണ്ട്, C# ഉണ്ട്. അപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൂൾ വി യൂസ് ഫോർ ഓട്ടോമേഷൻ. ഓട്ടോമേഷന് പല ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുക. അവിടെ കുറച്ച് കോഡിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഒരു ഡെവലപ്പർ ചെയ്യുന്ന അത്രയും കോഡിംഗ് അല്ല, പക്ഷെ സ്റ്റിൽ യു സ്റ്റിക്ക് ഓൺ ടു ദ ടെക്നിക്കൽ സൈഡ്. കുറച്ച് കോഡിംഗ് ഉണ്ട്, പുതിയ ടൂൾസ് നിങ്ങൾക്ക് അവിടെ പഠിക്കാം, ടെക്നിക്കൽ ടൂൾസ്. അതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം. മാനുവൽ എന്ന് പറയുമ്പം നമുക്ക് ഒരു ടൂളും അല്ല, നമ്മൾ തന്നെയാണ് ആ ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഫങ്ഷനാലിറ്റി മനസ്സിലാക്കുന്നു, അതെങ്ങനെ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നു, സാനിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നു, റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു മാനുവൽ ടെസ്റ്റർ ചെയ്യാം. സോ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണുള്ളത് അവിടെ.
നിങ്ങൾക്ക് അവിടെയും കുറച്ചെങ്കിലും കോഡിംഗ് ബേസിസ് ഉണ്ട്, അത് ഇൻട്രസ്റ്റ് ഉണ്ട്, സിൻടാക്സ് ഒക്കെ പഠിക്കാൻ, ലോജിക് ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓട്ടോമേഷനിൽ മൂവ് ചെയ്യാം. മാനുവൽ മാത്രം പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുക. കാര്യം ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ഓട്ടോമേഷൻ ആൻഡ് മാനുവൽ ഇഫ് യു ആർ ഗോയിങ് ഫോർ QA. ഓട്ടോമേഷൻ നമുക്ക് ലാക്കിംഗ് ആണെങ്കിൽ മിക്ക കമ്പനീസ് നമ്മൾ ആ ഒരു കാരണത്താൽ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആസ് എ QA. കാര്യം ഒരു ടെസ്റ്റ് തന്നെ നമ്മൾ എടുക്കുമ്പോൾ രണ്ടും അറിയാമെന്നുള്ളവരാണെങ്കിൽ ദേ പ്രിഫർ ദം മോർ. കാര്യം ഓട്ടോമേഷനും ചെയ്യാനറിയാം, മാനുവലും ചെയ്യാനറിയാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരാളെ മാനുവലായിട്ടും മറ്റാൾ ഓട്ടോമേഷനായിട്ടും ഹയർ ചെയ്യുന്നത് വളരെ റെയർ ആണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റിൽ ദെയർ ആർ മാനുവൽ ടെസ്റ്റേഴ്സ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ബോത്ത്. അപ്പോൾ അതാണ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം. എനിക്കത് അറിയില്ലെങ്കിലും ഞാനതൊന്ന് റിസർച്ച് ചെയ്ത് അറിയാമെന്നുള്ളവർ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. സോ അതാണ് ടെസ്റ്റിംഗ്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് എൻ്റെ ഫീൽഡ്, അതായത് ബിസിനസ് അനലിസ്റ്റ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഓഫ് കരിയർ ആണ്. കാര്യം പ്രോഡക്റ്റ് ടീം എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്, അതായത് ഫ്രം ഡെവലപ്പേഴ്സ് സൈഡ്, ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് സൈഡ്, ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് BA ആണ്, ബിസിനസ് അനലിസ്റ്റ്. ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് BA എന്ന് പറയുന്ന ഒരു ജോബ് റോൾ. BA മാത്രമല്ല പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്, BA, പ്രോഡക്റ്റ് ഓണേഴ്സ്, പ്രോഡക്റ്റ് മാനേജേഴ്സ്, ഇവരെല്ലാവരും പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ്. ആൻഡ് ഇത് കമ്പനി ടു കമ്പനി ഡിഫർ ചെയ്യും. ബിസിനസ് അനലിസ്റ്റ് ആണ് ശരിക്കും ദേ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടെക്നിക്കൽ ടീം ആൻഡ് ദി ബിസിനസ്. ഇവരാണ് മെയിൻലി ഈ എന്താണ് ചെയ്യാനുള്ളത്, നമ്മൾ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് ഡെവലപ്പറിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ബിസിനസ് അനലിസ്റ്റ് ആണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ വന്നിട്ട് എനിക്കൊരു വീട് വേണം, ഒരു എക്സാമ്പിൾ പറയാണ്, ഇത് ജസ്റ്റ് വെരി ബേസിക് എക്സാമ്പിൾ. എനിക്കൊരു വീട് വേണം എന്ന് ഒരു ക്ലയൻറ്റ് പറയുമ്പോൾ വീട്ടിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഇൻറ്റീരിയർ എന്തെങ്കിലും ചെയ്യണോ, എത്ര ബെഡ്റൂംസ് വേണം, എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്ന ആളാണ് ബിസിനസ് അനലിസ്റ്റ്. ബിസിനസ്സിനെ അനലൈസ് ചെയ്യുക ആള്, എന്നിട്ട് അതൊരു റിക്വയർമെന്റ് ആക്കി ഒരു കറക്റ്റ് ഡിസ്ക്രിപ്ഷനും ഒക്കെ ആക്കിയിട്ടാണ് നമ്മളത് ടെക്നിക്കൽ ടീമിന് കൈമാറുന്നത്. ആ ടെക്നിക്കൽ ടീമാണ് അവിടുന്ന് അത് പിന്നെ ഇംപ്ലിമെന്റേഷൻ ഫേസിലോട്ട് കൊണ്ടുപോകുന്നത്, അതൊരു ഡെലിവറി ഫേസിലോട്ട് മാറും. അപ്പോൾ ഡിസ്കവറി സ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും ഫസ്റ്റ് കുഞ്ഞു കണ്ണി എന്ന് പറയില്ലേ, അതാണ് ബിസിനസ് അനലിസ്റ്റ്. അവരുടെ മുകളിലാണ് പ്രൊഡക്റ്റ് ഓണർ വരുന്നത്. പ്രൊഡക്റ്റ് ഓണർ എന്ന് പറയുന്ന ആളാണ് ഇതെല്ലാം ഓൺ ചെയ്യുന്നത്. ദേ ഓൺ ദ ബാക്ക്ലോഗ് കംപ്ലീറ്റ്. ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ബാക്ക്ലോഗ്, പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഓൺ ചെയ്യുന്ന ആളാണ് പ്രൊഡക്റ്റ് ഓണർ. പ്രൊഡക്റ്റ് മാനേജേഴ്സ് എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയും റോഡ് മാപ്പിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട്. അപ്പം PO ക്യാൻ, അതായത് പ്രൊഡക്റ്റ് ഓണർ ക്യാൻ ഐദർ ബി എ PO ആസ് വെൽ ആസ് എ PM. രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്ന പ്രോജക്ട്സും ഉണ്ട്. ചില കമ്പനീസിൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ BAയും POയും PM ഒക്കെ ഒരാൾ ചെയ്യുന്നതുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോജക്റ്റ്, എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണ്, എത്ര പേരുണ്ട്, അത് മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അത്. സോ ഇതെല്ലാം ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന റോളിൽ വരുന്നതാണ്. പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരുമാണ് ഇതിൽ വരുന്നത്. സോ ഇവിടെ BAക്ക് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് കുറേ ഫങ്ഷണൽ സ്കിൽസ് ഉണ്ട്. അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പോകുന്നില്ല. ഇതിന് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്കറിയാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ BAക്ക് കുറേ സ്കിൽസ് ഉണ്ട്. ടെക്നിക്കലിയും കുറച്ച് സ്കിൽസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് SQL, Power BI, ടാബ്ലേ, ഇതൊക്കെ അറിയുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ സ്കിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്രഷർ, വളരെ സ്കോപ്പ് കുറഞ്ഞ ഒരു ഓപ്പണിംഗ് ആണ് BA ഫോർ എ ഫ്രഷർ. ഫ്രഷറായിട്ട് നിങ്ങൾ കയറുമ്പം ഐദർ നിങ്ങൾ QA അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒക്കെ കയറേണ്ടി വരും. എന്നിട്ട് പയ്യെ നിങ്ങൾക്ക് BAയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി ഇത് ഞാൻ പറയുന്നത് ഒരു 80% ഓഫ് ദ കേസാണ്. ചില റെയർ കേസസിൽ നിങ്ങൾ BA ആയിട്ട് കയറാം. ഇൻ കേസ് നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ, ഡിഗ്രി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1 or 2 year എക്സ്പീരിയൻസ് എടുത്തിട്ടായിരിക്കും BAയിലോട്ട് കയറുന്നത്. കാര്യം അത് കുറച്ചുകൂടെ മാനേജ്മെന്റ് സൈഡ് ആയതുകൊണ്ട്. ഇല്ല, MBA കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ സ്ട്രേറ്റ് നിങ്ങൾക്ക് BAയുടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അതൊരു പ്രോഡക്റ്റ് മാനേജ്മെന്റ് സൈഡ്. പിന്നെ ഇവിടുത്തെ സ്കിൽ, മെയിൻലി വേണ്ട സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവ് മതി. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് അപ്പുറത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു നമുക്ക് മെയിൻ നോക്കേണ്ടത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. പ്ലസ് അനാലിറ്റിക്കൽ സ്കിൽ, നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അനലൈസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ, എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കാൻ, ഇതിനൊക്കെ ഉള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽഡാണ് BA എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാക്ട് സ്കിൽസ് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം.
ഇപ്പോൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ എനിക്ക് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ടെസ്റ്റിംഗ് ആൻഡ് BA ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളതൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. സോ നാലാമത്തെ അവസാനത്തെ സെക്ഷനാണ് ഇത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് എല്ലാം ഞാൻ അങ്ങനെ കവർ ചെയ്യുന്നില്ല. ഒരു ഹൈ ലെവലിലായിട്ടുള്ള ഫീൽഡ്സ് മാത്രമാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. സോ നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട്, ക്ലൗഡ്, ഡെവോപ്സ്, ഹെൽപ്പ് ഡെസ്ക്, ഇതൊക്കെയാണ് നാലാമത്തെ സെക്ഷനായിട്ട് ഞാൻ പറയുന്നത്. ഒരു അനലിസ്റ്റ് കൈൻഡ് ഓഫ് സൈഡിലുള്ള ഒരു സപ്പോർട്ട് ടീംസിൽ വരുന്ന ജോബ്സ്. സപ്പോർട്ട് ടീം അല്ലെങ്കിൽ IT ടീമിനെ പറ്റി പറയാം. ഇത് നിങ്ങൾക്ക് ടെക്നിക്കലി നിങ്ങൾക്ക് വലിയ സ്കിൽ ഇല്ല, പ്ലസ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സൈഡിലോട്ട് പോകാൻ താല്പര്യമില്ല, ഡൊമെയിൻ നോളേജ് അല്ലെങ്കിൽ അത്രയും കൈൻഡ് ഓഫ് അനാലിസിസ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ബേസിക് ആയിട്ടുള്ള ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ലുണ്ട്, ആൾക്കാരോട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡാണ് സപ്പോർട്ട് അനലിസ്റ്റ്. അതായത് IT അനലിസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എന്നൊക്കെ പറയാം. കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്, ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട്. അപ്പം ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടി വരും. ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. സോ സപ്പോർട്ട് തന്നെ ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. അപ്പം അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്കിൽ എന്ന് പറയുന്നത്, അറിയേണ്ട സ്കിൽ എന്ന് പറയുന്നത് ട്രബിൾ ഷൂട്ടിംഗ്, ബേസിക് കമ്മ്യൂണിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ട് റോൾസിൽ വേണ്ട സ്കിൽസ് ആണ്. ഇതെല്ലാം ഒരാൾക്ക് വേണ്ട. ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണം നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റോള് ചൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ടൂൾസ് ലൈക്ക് സർവീസ് നൗ, അപ്പം അങ്ങനത്തെ കുറച്ച് ടൂൾസൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സൈഡിലോട്ട് പോകാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. മോസ്റ്റ്ലി ഐഡിയൽ ഫോർ ഫ്രഷേഴ്സിന് ഒരുപാട് പേര് സപ്പോർട്ട് റോൾ എടുക്കുന്നുണ്ട്. സപ്പോർട്ട് ആൾക്കാർ പിന്നെ ഡെവലപ്പേഴ്സായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിന് പറ്റിയൊരു ഐഡിയൽ റോളാണ് സപ്പോർട്ട് റോൾസ്. കാര്യം അവിടെ നിന്നാണ് പിന്നെ അവർ ഗ്രോ ചെയ്യുന്നത്. എന്നും പറഞ്ഞ് ആദ്യമേ ഡെവലപ്പറായിട്ട് ജോലി കിട്ടില്ല എന്നുള്ളതല്ല. ഈ ഒരു സ്കില്ലില്ല, ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് അറിയില്ല, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സപ്പോർട്ടിൽ ആദ്യം ട്രൈ ചെയ്യാം, ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ ഫീൽഡിലോട്ട് ട്രൈ ചെയ്യാം. സോ അങ്ങനെ ഒരു പറ്റിയൊരു ഫീൽഡാണ് ഈ സപ്പോർട്ട് സൈഡ്. സോ കമ്മിങ് ടു ക്ലൗഡിലാണെങ്കിൽ GCP, Azure, AWS ഇതൊക്കെ വരുന്നത് ക്ലൗഡിലാണ്. ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. കാര്യം ഇതെല്ലാം ഡീറ്റെയിൽ ആക്കാൻ നിന്ന ഈ ഒരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആവില്ല. സോ ക്ലൗഡ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനീസിന് ഹ്യൂജ് സെർവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതെല്ലാം പ്ലാറ്റ്ഫോമാണ്. AWS, Azure അങ്ങനെ പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോംസ് ആണ് കമ്പനീസ് ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ ആപ്ലിക്കേഷനും വെബ്സൈറ്റും എല്ലാം ഇതായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പം ഇതെല്ലാം സ്മൂത്ത് ആയിട്ടാണോ റൺ ആവുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും ഇതിൻ്റെ സെക്യൂർ ആയിട്ട് നോക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ക്ലൗഡ് ഡെവലപ്പേഴ്സും ക്ലൗഡ് എഞ്ചിനീയേഴ്സും ഒക്കെ ഉള്ളത്. ഇവരുടെ മെയിൻ സ്കിൽസ് എന്ന് പറയുന്നത്, ഇത് ക്ലൗഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ക്ലൗഡ് എഞ്ചിനീയർ ആവാൻ വെരി ഹൈ ലെവൽ മെയിൻ സ്കിൽസ് എന്ന് പറയുന്നത്, ഒന്ന് നെറ്റ്വർക്കിംഗ് അറിഞ്ഞിരിക്കുക. ബേസിസ് ഓഫ് നെറ്റ്വർക്കിംഗ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GCP, Azure, DevOps അങ്ങനെ പറയുന്ന ക്ലൗഡ് സർവീസസ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് സ്കിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത്, ഈ AWS ക്ലൗഡ് പ്രാക്ടീഷണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പല AWSനുണ്ട്, Azureനുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എൻട്രി നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായി. ഉള്ള ഒരു ലാസ്റ്റ് സെക്ഷനാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. ഡെവോപ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, DevOps, ഡെവലപ്മെന്റ് പ്ലസ് ഓപ്പറേഷൻസ്. ഇതാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെലിവറി ഗൈ ഓഫ് IT ആണ് നമ്മുടെ ഡെവോപ്സ് ടീം എന്ന് പറയുന്നത്. കാര്യം ഡെവലപ്പേഴ്സ് ഉണ്ടാക്കുന്ന കോഡ് പ്രൊഡക്ഷനിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നതാണ് നമ്മുടെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന്റെ മെയിൻ പണി. ഓട്ടോമേഷനും പൈപ്പ് ലൈനിലൂടെയൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത്. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഡെവോപ്സിന് വേണ്ട ടൂൾസ് മെയിൻലി, അതായത് സ്കിൽസ് മെയിൻലി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ പൈതണും ഷെല്ലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. പൈതൺ, ഷെൽ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും ഡെവോപ്സിന്. പിന്നെ CI/CD ടൂൾസ്, അതായത് ഈ ജെൻകിൻസ്, ഗിറ്റ് ആക്ഷൻസ്, ഇതൊക്കെ അതും ഓൾമോസ്റ്റ് മിക്ക ഓപ്പണിങ്സിനും നമ്മൾ കാണുന്ന ഒരു ഇതാണ് CI/CD. പിന്നെ വേണ്ടിയിട്ടുള്ളത് AWS, Azure ഓഫ് കോഴ്സ്, അതും ആവശ്യമുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോംസ് നമ്മൾ കമ്പനി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണല്ലോ ഒരു ആപ്ലിക്കേഷനും ഒരു എന്താ പറയുക വെബ്സൈറ്റും ഒക്കെ നമുക്ക് റൺ ചെയ്യാം. സോ ഓഫ് കോഴ്സ് നമ്മൾ ഓപ്പറേഷൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സെക്ടർ ആകുമ്പോഴത്തേക്കും ഇതിൽ ഏതാണ് അവർ യൂസ് ചെയ്യുന്നത് അത് അറിയുന്നത് അത്യാവശ്യം നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ക്ലൗഡ് അല്ലല്ലോ നമ്മൾ ഏതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവോപ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഒരു മെയിൻ സെക്ഷൻ. ഒരു IT-യിൽ വൺ ഓഫ് ദ നമ്മൾ ഭയങ്കര കേട്ടിട്ടുള്ള ഒരു ഹൈ ലെവൽ സെക്ഷൻസ് എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ്, ടെസ്റ്റേഴ്സ്, പിന്നെ സപ്പോർട്ട്. പാനലിസ്റ്റിൽ വരുന്നതാണെങ്കിൽ സപ്പോർട്ട് ടീം, IT ടീം, ഡെവോപ്സ്, ക്ലൗഡ്,
പിന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് BA PO PM ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ്സോ ചില കമ്പനീസിലാണെങ്കിൽ BA ചിലവർ പ്രോക്സി PM ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ബിക്കോസ് അവർ വർക്ക് അതായതുകൊണ്ട് ഒരു BA എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ വർക്ക് ചെയ്യുമ്പം POയുടെ വർക്ക് ഇൻക്ലൂഡഡ് ആവും. സോ അങ്ങനെ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോവാം. സ്റ്റാർട്ടിങ് BA ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്രയുമാണ് ഒരു ഹൈ ലെവലായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു അവിയൽ പരുവം ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ്. എനിക്കിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഒറ്റ പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന്. ഇതിൽ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. ഇനി അതിന് വേണ്ടി ഒരു സ്പെസിഫിക് സെക്ഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ പറ്റിയ ഒരു വീഡിയോ ചെയ്യാം. സോ അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് എന്തൊക്കെ ജോലിക്കാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പുതിയൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റാ.